2023 മെയ് മാസം, അതായത് കഴിഞ്ഞ കൊല്ലം കൊളംബിയയിൽ വെച്ചിട്ടൊരു പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു. അതായത് ഒരു ലോക്കൽ റൂട്ടിലോടുന്ന ഒരു ചെറിയ പ്ലെയിൻ. ടോട്ടൽ 7 പാസഞ്ചറാണ് ഉണ്ടായിരുന്നത്, 3 അഡൾട്ടും 4 കിഡ്സും. കൊളംബിയ തന്നെയുള്ള ഒരു വില്ലേജിൽ നിന്ന് സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് ആമസോൺ ഫോറസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പ്ലെയിൻ താഴോട്ട് പോവുകയും ക്രാഷ് ആവുകയും ചെയ്യുന്നത്. ആ ക്രാഷിങ്ങിൽ 3 അഡൾട്ട് സ്പോട്ടിൽ തന്നെ മരിക്കുകയും ഈ 4 പിള്ളേർ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതും നിഗൂഢവും ഭയാനകവുമായ ആമസോൺ ഫോറസ്റ്റിലാണുള്ളത്. അപ്പോൾ ആ ഫോറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നാലേ റിയലായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. മൂത്ത കുട്ടിക്ക് 13 വയസ്സും, അതിന് താഴെ 9 വയസ്സ്, അതിന് താഴെ 4 വയസ്സ്, ഏറ്റവും ചെറുത് 11 മാസം, ഒരു കൈക്കുഞ്ഞി. അപ്പം അന്ന് വരെയും എന്തിനു വേദനയും കൂടെ ഉണ്ടായിരുന്ന സ്വന്തം അമ്മ മരിക്കുന്നത് മുമ്പിൽ കിടന്ന് ഈ പിള്ളേർ കാണുകയും ആ ക്രാഷിങ്ങിലുണ്ടായ മുറിവുകളും പരിക്കുകളും വേദനകളും വെച്ച് തിന്നാനുമില്ല, കുടിക്കാനുമില്ല, കിടക്കാനുമില്ല, ചുറ്റും കൊടുങ്കാടും മൃഗങ്ങളും തണുപ്പും മഴയും ഇതെല്ലാം അതിജീവിച്ചാണ് അവർ 40 ദിവസം സർവൈവ് ചെയ്ത് അവർ രക്ഷപ്പെട്ടു പോകുന്നു ആ കാട്ടിൽ നിന്ന്. അപ്പോൾ ആ 4 പിള്ളേരുടെ റിയൽ ലൈഫ് സർവൈവലും പിന്നെ കൊളംബിയൻ ആർമിയും അവിടുത്തെ ലോക്കൽ പീപ്പിളും കാലാകാലങ്ങളായിട്ടുള്ള ശത്രുത മറന്ന് ഒരുമിച്ച് നടത്തിയ ഒരു ജോയിൻ്റ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു റിയൽ ലൈഫ് ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു മൂവിയാണ് ദ ലോസ്റ്റ് ചിൽഡ്രൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സിനിമ കഥയല്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഒരു ഡോക്യുമെൻ്ററി പോലെ അല്ലെങ്കിൽ ഒരു മൂവി പോലെ നമുക്ക് 98% ആക്ച്വൽ ഫൂട്ടേജും ആക്ച്വൽ റെസ്ക്യൂ ഓപ്പറേഷനിലുണ്ടായ ആളുകളുടെ അനുഭവങ്ങളും ഈ പിള്ളേരുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എടുത്തൊരു മൂവി അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയാണ് ദ ലോസ്റ്റ് ചിൽഡ്രൻ. ഞാൻ സാധാരണ ഇതേപോലുള്ള ഡോക്യുമെൻ്ററി ടൈപ്പ് അങ്ങനെ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. ബട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പേഴ്സണലി വായിച്ചതാണ്, കണ്ടതാണ് ടി വിയിലും ന്യൂസിലൊക്കെ. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇതേപോലെ മൂവി അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ അറിഞ്ഞത് ഈ പിള്ളേർ ഇതേപോലെ ക്രാഷായി 40 ദിവസം കാട്ടിൽപ്പെട്ട് 40 ദിവസത്തിന് ശേഷം ആർമിക്കാരും റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ പോയിട്ട് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുള്ള രീതിയിലാണ് അത്രേ അറിയുള്ളൂ നമുക്ക്. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്, ഈ പിള്ളേർ ഈ 40 ദിവസം എങ്ങനെ അവിടെ കഴിച്ചു കൂട്ടി, അത് അന്നേ ഞാനത് ആലോചിച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. കാരണം 40 ദിവസം ഇത്രയും വലിയൊരു തിക്കായിട്ടുള്ളൊരു കാട്ടിൽ അനക്കോണ്ടൊക്കെ ഉള്ളത് അവിടെ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അനക്കോണ്ട, പുള്ളിപ്പുലികൾ, ജാഗ്വർ, പൂമ. അപ്പോൾ ഈ പിള്ളേർ ഇത്രയും 40 ദിവസം അവിടെ എങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ അവരിത് ഓവർകം ചെയ്യുന്നുള്ളത് അറിയാൻ അന്നേ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു 100 മാസ് പടങ്ങൾ അല്ലെങ്കിൽ ഒരു 100 KGF അങ്ങനെ എന്തൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത പടങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് ബദലാവില്ല. കാരണം അത്രയും ഇൻസ്പയറിങ് ആവുന്ന, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള, അത്രയും നമ്മളെ എൻകറേജ് ചെയ്യുന്ന, അത്രയും നമ്മളെ ചിന്തിപ്പിക്കുന്ന, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ജീവിക്കാനൊക്കെ നമുക്കൊരു ഹോപ്പ് തരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണത് ദ ലോസ്റ്റ് ചിൽഡ്രൻ. കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യത്തും അവിടുത്തെ ആൾക്കാരിലും ഉണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. കാരണം വർഷങ്ങളായിട്ട് അവിടുത്തെ ആർമിയും ലോക്കൽ പീപ്പിളായിട്ടുള്ള സിവിൽ വാറാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം ഇല്ലാണ്ടായത്. കാരണം ഈ പിള്ളേരെ റെസ്ക്യൂവിന് വേണ്ടി അവിടുത്തെ ആർമിയും ലോക്കൽ പീപ്പിളും കൂടി ഒരുമിച്ചിട്ടാണ് അവർ ഈ ഒരു ഓപ്പറേഷൻ നടത്തി ആ പിള്ളേരെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അതിൽ തന്നെ 38-39 ദിവസമായപ്പോൾ തന്നെ ആർമി തോറ്റ് പിന്മാറിപ്പോയി. പക്ഷേ ഒരു വൺ ലാസ്റ്റ് ട്രൈയും കൂടി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ലോക്കൽ പീപ്പിൾ ഒരു ദിവസവും കൂടി നിന്ന് ഒരു ട്രൈ നടത്തിയതിൻ്റെ ഫലമാണ് ആ പിള്ളേർ രക്ഷപ്പെട്ടു വന്നത്. അപ്പോൾ ഈ ഫുൾ ഓപ്പറേഷൻ എങ്ങനെ നടന്നത്, അവസാനം അവർ പിള്ളേരെങ്ങനെ കണ്ടെത്തിയത്, എൻ്റെ പൊന്നും മോനെ, ഒരു സൈഫൈ മൂവി കണ്ടാൽ പോലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടൂല. കാരണം അത്രയും ഷോക്കിങ്ങും അൺബിലീവബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇവർ ഈ പിള്ളേരെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച രീതി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പിള്ളേരെ കണ്ടെത്തുക എന്നുള്ള സംഭവം. കാരണം ഈ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിരിക്കുന്നത് 98% അവിടെ നടന്ന സംഭവങ്ങളാണ്. കുറച്ച് നമുക്കത് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാവത്തക്ക വിധം പറയാൻ വേണ്ടി അവർ ആ ഒരു ഫിലിം ടെക്നിക്ക് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് അപ് ടു ബോട്ടം റിയലായിട്ട് കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവങ്ങൾ ഇതിനകത്ത് കാണിച്ചേക്കണം. അതാണ് ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം. യാതൊരു നാടകീയതയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാണ്ട് വളരെ റോ ആയിട്ടാണ് ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തന്നേക്കണത്, കാര്യങ്ങൾ കാണിച്ചു തന്നേക്കണത്, പറഞ്ഞു തന്നേക്കണത്. ഇത് നിങ്ങൾക്ക് കണ്ടെന്നറിയാണ്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം അത്രയും നിങ്ങളെ ഇമോഷണലി ഷെയ്ക്ക് ചെയ്യും ഈ ഒരു ഡോക്യുമെൻ്ററി. അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട്. ആ അമ്മ മൂത്ത കൊച്ചിന് പകർന്നു നൽകിയിട്ടുള്ള കാട്ടിനെ കുറിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവും അനുഭവങ്ങളും വെച്ചാണ് ഈ കൊച്ച് തന്നെയും തൻ്റെ അനിയനെയും അനുജത്തിമാരെയും ഈ 40 ദിവസം വരെയും ജീവൻ നിലനിർത്തിയതും അവർ പിടിച്ചു നിന്നതും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ കൊച്ചു പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും
പുതുതായിട്ടുള്ള അറിവുകളും അനുഭവങ്ങളും നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്രയോ നല്ലതും ചീത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പടങ്ങൾ കണ്ട് നമ്മൾ എന്തെല്ലാം സമയം കളയാണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ 20 മിനിറ്റ് 30 മിനിറ്റ് കണ്ടുള്ളൂ ഈ ഡോക്യുമെൻ്ററി. കാരണം ഇത് സിനിമയല്ല, ഒരാളെ തലേന്ന് വന്ന കഥയല്ല, ഇത് റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാം, നിങ്ങളും കാണാം, നിങ്ങളുടെ ഫാമിലിയും കാണിക്കുക. കണ്ടിട്ട് എന്താണെന്നുള്ളത് കമൻ്റായി അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഡിബേറ്റോടായിട്ട് വരാം. ടിൽ ദെൻ ബൈ.